ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഇയറിങ്സ് കാണിക്കാനായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ ഇയറിങ്സ് വാങ്ങിക്കുന്നത് പൊതുവേ ഓൺലൈനിലല്ല. കാരണം നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും ഫെസ്റ്റോ അല്ലെങ്കിൽ ഉത്സവത്തിനൊക്കെ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇവിടെ നിന്നൊക്കെ കാണുന്ന അല്ലെങ്കിൽ ഷോപ്പിലൊക്കെ കയറുന്ന സമയത്ത് അങ്ങനെ കാണുന്നതാണ് വാങ്ങിയതായിട്ടൊന്നുമില്ല. എന്നാലും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള എൻ്റെ കുറച്ച് ഇയറിങ്സ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇയറിങ്സ് സൂക്ഷിച്ച് വെക്കുന്നത് ഈ ഒരു ബോക്സിലാണ്. ഈ ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ അണ്ണൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ അവിടുത്തെ ഒരു മാരേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പം അത് ബ്രാഹ്മിൻസിൻ്റെ ഒരു മാരേജ് ആയിരുന്നു. അപ്പോൾ അവരുടെ രീതിയിൽ അവരിങ്ങനെ ചെറിയ രീതിയിൽ ഗിഫ്റ്റൊക്കെ കൊടുക്കും. അപ്പോൾ ഈ ഒരു ബോക്സിനകത്ത് സീഡ്സും അതുപോലെ കുങ്കുമം, മഞ്ഞൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഐറ്റംസൊക്കെ വെച്ചിട്ട് ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെ അന്ന് കൊടുത്താണ്. അപ്പോൾ ആ ഒരു ബോക്സ് നല്ല ഭംഗിയാണ് ഇത് കാണാൻ. അപ്പം ശരിക്കും ഒരു ഇത് കണ്ടോ, ഇങ്ങനെ നമ്മളെ പഴയ ആഭരണപ്പെട്ടിയുടെയൊക്കെ ആ ഒരു രീതിയിലുള്ള ചെറിയൊരു ബോക്സ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഞാനിതെൻ്റെ ഇയറിങ്സ് സൂക്ഷിച്ച് വെക്കുന്നത് ഈ ഒരു പെട്ടിയിലാണ്. അല്ലാതെ എനിക്ക് ഓർണമെൻറ്റ്സ് അങ്ങനെ വലിയ ജ്വല്ലറീസ് അങ്ങനെ കളക്ഷൻസ് ഒന്നുമില്ല. ആകെ ഞാൻ വാങ്ങിക്കുന്നത് വെച്ചാൽ എവിടെ പോയാലും എപ്പോഴായാലും 1-2 കമ്മലുകൾ ഞാൻ വാങ്ങിക്കാറുണ്ട്. അതല്ലാതെ ഞാനിങ്ങനെ മാലകളോ വളകളോ അങ്ങനെ അധികം മറ്റേ ഓർണമെൻറ്റ്സുകളൊന്നും ഞാൻ വാങ്ങിക്കാറില്ല. അപ്പം ഞാൻ എൻ്റെ ഇയറിങ്സ് കളക്ഷൻസ് ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ കല്യാണത്തിന് ഞാൻ ഇട്ടിരുന്ന എൻ്റെ ജുംക്കാണ്. ഇത് ഗോൾഡ് അല്ല, കാരണം ഞാനന്ന് ഇത് ഇത്രയും വലിയ ഹെവി ആയിട്ടുള്ള ജ്വല്ലറീസ് നമ്മൾ ഗോൾഡിൻ്റെ വാങ്ങിയാൽ പിന്നെ നമ്മളത് യൂസ് ചെയ്യത്തില്ല. ഇത്രയും ഹെവി ആയിട്ടുള്ളതൊന്നും നമ്മൾ ഡെയിലി യൂസിനോ അല്ലെങ്കിൽ അങ്ങനെ ഫങ്ഷൻസ് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ മാത്രം നമ്മൾ ഇങ്ങനെയുള്ള ജ്വല്ലറീസ് അതായത് ഇയറിങ്സ് യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് അന്ന് ഗോൾഡായിട്ട് കമ്മൽ വാങ്ങിയില്ല. എനിക്ക് ചെറിയ കമ്മലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഗോൾഡിൻ്റെ കമ്മൽ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ കല്യാണത്തിന് ഞാൻ ഇട്ടിരുന്ന കമ്മൽ. ഇത് പക്ഷേ ഇപ്പോഴും നല്ല ക്വാളിറ്റിയാണ്. അന്ന് ഞാൻ എത്ര രൂപയ്ക്കാണ് വാങ്ങിയതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു 6 വർഷമായി ഇത് വാങ്ങിയിട്ട്. പക്ഷേ ഇപ്പോഴും നല്ല ക്വാളിറ്റിയാണ്. അങ്ങനെ അധികം കളർ മങ്ങോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഞാനിത് ഇടയ്ക്ക് സാരിയുടെ കൂടെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണ് ഈ ഒരു ഇയറിങ്സ് കാണാനായിട്ട്. നെക്സ്റ്റ് എൻ്റെ ഹെവി ആയിട്ടുള്ള ഇയറിങ്സ്. ഇത് ഞാൻ ഏതോ ഒരു ടോപ്പിൻ്റെ കൂടെ ഇടാൻ വേണ്ടി വാങ്ങിയതാണ്. പക്ഷേ ഇട്ടപ്പോൾ എനിക്കെന്തോ അതത്ര സുഖമായിട്ട് തോന്നിയില്ല. കാരണം ഞാൻ ഹെവി ആയിട്ടുള്ള ഇയറിങ്സ് ഒന്നും അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. ഇത് ഞാൻ ഇട്ടിട്ടില്ല. ജസ്റ്റ് ഇട്ട് നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് കണ്ടപ്പം ഞാൻ പിന്നെ അത് യൂസ് ചെയ്തില്ല. അന്ന് മുതൽ ഇതിങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. അല്ലാണ്ട് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നല്ലൊരു കളറാണ്. ഈ ഒരു കളർ ഷെയ്ഡ് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു കളർ. ഈ ഒരു കളർ എനിക്ക് ഇഷ്ടമുള്ള കളർ. അപ്പോൾ ഈ ഒരു കളറിലാണ് എനിക്ക് ബാഗൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചാണ് ഈ ഒരു കമ്മൽ. നെക്സ്റ്റ് ഇത് ഈ ഒരു ജിംക്കയാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരുപാട് ഹെവി അല്ല, എന്നാൽ തീരെ ചെറുതുമല്ല. നമുക്ക് ഇപ്പോൾ ടോപ്പിൻ്റെ കൂടെ വേണമെങ്കിലോ അല്ലെങ്കിൽ സാരിയുടെ കൂടെ വേണമെങ്കിലോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ഇടാൻ പറ്റും. വെച്ചാൽ ഒത്തിരി ഹെവി ആയിട്ട് വേണ്ടാന്ന് തോന്നുന്നവർക്ക് ഇങ്ങനത്തെ ചെറിയ ജിംക്കാസൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇതൊരു 240 ആ ഒരു റേഞ്ചിൽ എനിക്ക് അന്ന് വാങ്ങിയപ്പം ഒരു 2-3 വർഷമായി. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ അന്ന് കിട്ടിയതാണ്. ഇപ്പോൾ ഈ ഒരു റേഞ്ചിലൊക്കെ കിട്ടുമോ എന്നറിയില്ല. ഞാൻ ഷോപ്പിൽ പോയിട്ട് വാങ്ങിച്ചാണ്. നമ്മൾ ഓൺലൈനൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഭയങ്കര കളർ വ്യത്യാസം ഉണ്ടായിരിക്കും. ഞാൻ ഇതിന് മുന്നേ ഒരെണ്ണം വാങ്ങിച്ചത് കളർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പിന്നെ അത് റിട്ടേൺ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ജിംക്കാസ് ഒന്നും ഓൺലൈൻ അങ്ങനെ അത് വാങ്ങിക്കാറില്ല. ഇങ്ങനത്തെ എന്നല്ല, പൊതുവേ ഞാൻ ഇയറിങ്സ് ഒന്നും ഞാൻ ഓൺലൈനല്ല വാങ്ങുന്നത്. എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ വാങ്ങിക്കുന്നതാണ്. കുറച്ച് ഈ ജുംക്കാസിൻ്റെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്നത് വേറൊരു ജിംക്കാണ്. ഇത് ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു കുഞ്ഞ് ജിംക്ക. ഈ ഒരു ഷെയ്ഡാണ്. ഫസ്റ്റ് ബാക്കിൽ ഇതുപോലെ കുഞ്ഞു മുത്തുകൾ. ഇതും അധികം ഹെവി അല്ല. നമുക്ക് ഇതുപോലത്തെ ഈ ഒരു കളറിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം കുഞ്ഞൊരു ജിംക്കാണ്. ഞാൻ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസാണ്. ഒരുപാട് ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഈ ഒരു ജിംക്ക. ഇത് ഞാൻ കഴിഞ്ഞ തവണ അമ്പലത്തിൽ പോയപ്പോൾ വാങ്ങിയതാണ്. ഈ ഒരു ടൈപ്പ് ജുംക്കാസ് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നല്ലോ. അപ്പോൾ ആ ടൈമിൽ വാങ്ങിയതാണ്. എനിക്ക് ഞാൻ എൻ്റെ പ്രീ വെഡിങ്ങിന് സമയത്ത് അന്ന് അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടി വാങ്ങിയ ഒരു ജിംക്കാണ്. അപ്പോൾ അത്രയും ചില 6 വർഷമാവുന്നു ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ അതിന് മുന്നേ എടുത്തൊരു കമ്മലാണ്. അപ്പോൾ ഇതുവരെ ഞാനിത് കളഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കമ്മലൊക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ച് വെക്കും. ഇട്ടില്ലെങ്കിലും ഞാനിത് സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ പ്രീ വെഡിങ്ങിന് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ചെറിയൊരു ജിംക്കാണ്. അപ്പോൾ ആ സമയത്ത് ഇതുപോലത്തെ ജിംക്കാസൊക്കെ ഭയങ്കര ഒരു ട്രെൻഡായിരുന്ന സമയത്ത് ഞാൻ വാങ്ങിയാണ്. വീണ്ടും അതേപോലെ തന്നെ കുഞ്ഞ് ജിംക്ക. അപ്പോൾ ഇതൊരു മയിലിൻ്റെ ഒരു ഡിസൈനൊക്കെ വന്നിട്ട് ചെറിയൊരു ജിംക്ക. നെക്സ്റ്റ് വേറൊരു ജിംക്ക കൂടെ ഉണ്ട്. നെക്സ്റ്റ് വീണ്ടും ഒരു ജിംക്ക. അതും ഇതുപോലെ തന്നെ. ഇത് പക്ഷേ ഞാൻ ഈ ഒരു ടൈപ്പൊന്നും ഇങ്ങനത്തെ ടൈപ്പൊന്നും ഇപ്പം ഞാൻ യൂസ് ചെയ്യാറില്ല. ഇത് പിന്നെ അല്ലാതെ വാങ്ങിയതാണ്. ഇതും ഒരു കുഞ്ഞ് ജിംക്കയാണ്. നല്ല രസമല്ലേ കുഞ്ഞ് ജിംക്ക ഇങ്ങനെ വെക്കുന്നത്.
അപ്പം ഞാൻ ഈ ഇയറിങ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴൊരു ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, കാരണം എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതലുള്ള ജിംകാസാണ്. ഇത് കണ്ടോ, വേറൊരു ജിംക കൂടെ എൻ്റെ കയ്യിലുണ്ട്. ഇതും പഴയതാണ്. ഇപ്പോൾ ഒരു 2-3 വർഷമായി. എല്ലാം ഈ ജിംകാസൊക്കെ 2-3 വർഷം പഴക്കമുള്ളതാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ വാങ്ങിക്കുന്നത് കൂടുതലും സ്റ്റഡും കാര്യങ്ങളും. അപ്പോൾ ഇത് ഏതോ ഒരു കല്യാണത്തിന് എന്തോ വാങ്ങിച്ചതാണ്, പക്ഷേ ഞാൻ ഇത് ഇട്ടിട്ടില്ല. ഇതുപോലെ വാങ്ങിക്കും, ചിലതൊന്നും ഞാൻ ഇടാറുമില്ല. ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് ഞാൻ യാത്ര പോയിട്ടുണ്ടായിരുന്നു. അപ്പം മുത്തപ്പൻ്റെ അവിടെ പോയപ്പം അവിടെ നിന്ന് ഇറങ്ങിയപ്പം കണ്ട് ഇത് കണ്ട് കുഞ്ഞൊരു സ്റ്റഡ്. ഈ ലീഫിൻ്റെ ഒരു ടൈപ്പ്, ഒരു പിങ്ക് ഷെയ്ഡും പിന്നെ ഒരു ഗ്രേ ഷെയ്ഡും കൂടെ വരുന്ന ഒരു ചെറിയ കമ്മൽ. ഈ ഒരു കമ്മൽ കണ്ടോ, ഇതും കുറച്ച് വർഷം പഴയതാണ്. ഒരു ബ്ലൂ കളറിൽ സ്റ്റോൺ വരുന്നത്. ഇതൊരു മയിലിൻ്റെ ആ ഒരു ടൈപ്പ് ഇത് വരുന്നതാണ്. പക്ഷെ നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞ് സ്റ്റഡാണ്, നല്ല രസം. ഞാനിത് ഒരുപാട് തവണ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതും എനിക്ക് തോന്നുന്നു ഒരു 6 വർഷത്തിന് മേളിലായി. കാരണം കല്യാണം കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈമിലാണ്ട് എന്തോ വാങ്ങിയതാണ്. അന്ന് എനിക്കൊരു ഈ ഒരു സെയിം കളറിലുള്ളൊരു ടോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഞാനന്ന് എവിടെയോ കണ്ട് അങ്ങനെ വാങ്ങിച്ചാണ് ഈ ഒരു കമ്മൽ. ഇതും നല്ല ഭംഗിയാണ്. ഈ ഒരു സ്റ്റഡും അതുപോലെ ഈ ഒരു കുഞ്ഞു മുത്തൊക്കെ കണ്ടോ. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ ഇത് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് എവിടെ നിന്ന് വാങ്ങിയാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാനിങ്ങനെ എവിടെയെങ്കിലൊക്കെ പോകുമ്പം കാണും, അങ്ങനെ വാങ്ങിക്കുന്നതാണ്. അങ്ങനെ കളക്ട് ചെയ്യുന്ന ചെറിയ ചെറിയ ഇയറിങ്സാണ്. ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെയൊക്കെ കോലം കണ്ടോ. ഇതും ഈ ഒരു കളറിലുള്ള ടോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ടോപ്പിൻ്റെ ഒക്കെ കളർ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മളിങ്ങനെ വാങ്ങിക്കുമല്ലോ. പണ്ടിങ്ങനെ ഒരേ കളറ് പൊട്ട് കമ്മൽ അങ്ങനെയൊക്കെ ഇടുമായിരുന്നല്ലോ. ആ ഒരു ടൈമിൽ ഞാൻ വാങ്ങിച്ചാണ്. ഇതും ഈ ഒരു സെയിം കളറിലുള്ള ടോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ടോപ്പൊക്കെ പോയി, പക്ഷേ കമ്മലൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു ചെറിയ സ്റ്റഡാണിത്. പിന്നെ ഇതുപോലെ വൈറ്റ് സ്റ്റോണിൻ്റെ ചെറിയൊരു സ്റ്റഡ്. ഇത് എപ്പോൾ വാങ്ങിയതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒത്തിരിയും പഴയതായിരിക്കും. ഇപ്പോൾ വാങ്ങിയൊന്നുമല്ല, ഈ അടുത്തെങ്ങും വാങ്ങിയതല്ല. അതേപോലെ തന്നെ വീണ്ടും ഒരു വൈറ്റ് സ്റ്റഡ് ഞാൻ എടുത്ത് കാണിക്കാം. ഈ ഒരു കമ്മൽ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു ജിംക്കാണ്. ഇത് നമ്മളിപ്പോൾ മുത്തപ്പൻ്റെ അടുത്ത് അവിടെ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയാണ് ചെറിയൊരു ജിംക്ക. എവിടെ ജിംക്ക ഉണ്ടാലും ഞാൻ വാങ്ങിക്കുക. എന്താണോ ജിംകാസ് സ്റ്റഡ്, ഇതാണ് ഞാൻ മെയിനായിട്ട് വാങ്ങാറ്. അല്ലാതെയുള്ള ടൈപ്പുകളൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ജിംകാസും സ്റ്റഡുമാണ് എൻ്റെ കയ്യിലുള്ളത്. ലാസ്റ്റ് ഈ ഒരു കമ്മൽ, ഇതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അടിക്കുന്നത് ചെറിയൊരു കമ്മൽ. പക്ഷേ ഇതിൻ്റെ കൂടെ ഞാനൊരു ചെറിയ സ്റ്റഡ് കൂടെ, തീരെ പൊടി സ്റ്റഡായിരുന്നു വാങ്ങിയത്. അത് പക്ഷേ എവിടെ മിസ്സായിപ്പോയി. നല്ല ഭംഗിയായിരുന്നു അത് കാണാനും. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഇയറിങ്സ് കളക്ഷൻസ് പറയുന്നത്. അപ്പോൾ കൂടുതലും ഞാൻ ജിംകാസും സ്റ്റഡുമാണ് കൂടുതൽ. ഞാൻ കരുതിയത് ഏറ്റവും കൂടുതൽ സ്റ്റഡായിരിക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ നോക്കി വന്നപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ജിംകാസ് തന്നെയാണ്. പിന്നെ ഞാൻ പഴയ കുറച്ച് ഈ സിൽവർ കളറിലുള്ളതുണ്ടല്ലോ, അതൊന്നും ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ഞാനത് കളയാതെ വെച്ചിരിക്കുകയാണ്. എന്നാലും എനിക്കതിനെ ഞാൻ കളയത്തില്ല, അതിങ്ങനെ വെച്ചിരിക്കും വെറുതെ. യൂസ് ചെയ്തില്ലെങ്കിലും ഈ സാധനങ്ങളെല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ വർഷം മുന്നേ ഉള്ള, ഒരു 6 വർഷം അത്രയൊക്കെ പഴക്കമുണ്ട്. അത്രയും നാളായിട്ടുള്ളതും ഞാനിങ്ങനെ സൂക്ഷിച്ച് ടിന്നിലോ എവിടെയെങ്കിലൊക്കെ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് ഇത്രയും കളക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ ബൈ.